പുതിയ തലമുറ റിലേഷൻഷിപ്പുകളിൽ വളരെയധികം എക്സ്പെരിമെന്റ്സ് നടത്തുന്നവരാണ്. അതായത് നല്ല നല്ല ഒരു പാർട്ട്ണർ വേണം, ശരിയായ ഒരു പാർട്ട്ണർ വേണം, ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ വേണം. അതുകൊണ്ട് തന്നെ ഡേറ്റിംഗ് ചെയ്യുന്നു, ഒരുപാട് ഡേറ്റിംഗ് ആപ്പുകളിൽ സജീവമാകുന്നു, അല്ലെങ്കിൽ പലരെയും കാണുന്നു, പലരുമായി സംസാരിക്കുന്നു, പലരുമായിട്ട് ഇടപഴകുന്നു. പിന്നെ അതുപോലെ തന്നെ ലിവിങ് ടുഗദർ കൺസെപ്റ്റ്, ഒരാണും പെണ്ണും ഒന്നിച്ച് ജീവിക്കുന്നു. അതിനുശേഷം അവർ എല്ലാ തരത്തിലും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം വിവാഹം കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നു. പതുക്കെ പതുക്കെ യൂറോപ്യൻ കൾച്ചർ നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിലേക്കും വരുന്നുണ്ട്. പക്ഷെ ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങളെ കുറച്ചും കൂടെ ഉറപ്പുള്ളതാക്കുന്ന ഒരു കൾച്ചറാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഇത്തരം യൂറോപ്യൻ സംസ്കാരം വരില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും കുറേ ഇടങ്ങളിലൊക്കെ ഇതൊക്കെ വളരെ നോർമലായിട്ട് സംഭവിച്ചു തുടങ്ങി. ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ട് ഇല്ലാത്തതൊക്കെ ഒരു മോശം കാര്യമായിട്ട് തുടങ്ങി. ഞങ്ങളുടെ മലയാള സിനിമകളെ പോലും ശ്രദ്ധിച്ചാൽ കണ്ടാൽ അറിയാം, കുട്ടികളുടെ പ്രണയം വളരെ അധികമായിട്ട് ഇങ്ങനെ ഒരു വിഷയമാക്കി മാറുന്നു. കുട്ടികൾ പ്രണയിക്കുന്നു. ഒരു 4ൽ 5ൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ച് നടന്നു പോകുന്നു, ഒരു ആൺകുട്ടി അതിൻ്റെ പുറകെ പോകുന്നു. അങ്ങനെ ചെറിയ കുട്ടികളുടെ സിനിമകളിൽ പോലും പ്രണയം എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവരികയാണ്. അപ്പം ഞാനിത് എൻ്റെ മകളുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ഞാൻ പറയും, നമ്മളെ സ്കൂളിൽ പഠിക്കാനോ പോകുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഇതൊക്കെ വെറുതെ സിനിമാക്കാർ പറഞ്ഞതാന്ന് പറയും. ചിലപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ ചിന്തകളൊക്കെ തമാശ പോലെയൊക്കെ വരുന്നുണ്ടായിരിക്കും. പക്ഷെ അതിന് ഇത്രയധികം ഗ്ലോറിഫൈ ചെയ്യുകയോ അതിനെങ്ങനെ പ്രകടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കുട്ടികളുടെ മനസ്സിൽ ഇതൊന്നും അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കയറേണ്ടതുണ്ടല്ലേ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആൺകുട്ടിയുമായിട്ട് ഒരു പെൺകുട്ടിയുമായിട്ട് ഇടപഴകുമ്പോൾ സ്വാതന്ത്ര്യത്തോടെ ഇടപഴകുകയും നല്ല സൗഹൃദങ്ങൾ സ്ഥാപിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു സമയമുണ്ട്. ടീനേജിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുള്ള അവരുടെ ശാരീരികമായ വൈകാരികമായ വളർച്ചയുടെ സമയത്തൊക്കെ ഓക്കെ അവർക്ക് ഇങ്ങനത്തെ അട്രാക്ഷനുകൾ ഉണ്ടാകുന്നെങ്കിൽ ഓക്കെ, അത് നോർമലാണെന്ന് പറയാം. ഈ കുഞ്ഞു കുട്ടികളൊക്കെ വെച്ച് ഈ പ്രണയകഥയൊക്കെ എഴുതുന്നത് ഭയങ്കര കഷ്ടം തന്നെയാണ്. അപ്പം എനിക്ക് ഒരു പെർഫെക്റ്റ് പാർട്ട്ണറെ വേണം. അത് ഞാൻ ഒരുപാട് പേരെ കാണുകയും ഒരുപാട് പേരെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. ആരോഗ്യകരമായ അല്ലെങ്കിൽ ഹോളിയായ എന്ന് വേണേൽ പറഞ്ഞാൽ പുതിയ തലമുറ സ്വീകരിക്കില്ലായിരിക്കും. ഈ ഹോളി എന്ന വാക്കൊന്നും അവർക്ക് അക്സെപ്റ്റബിൾ ആയിരിക്കില്ല. എങ്കിലും ഈ വീഡിയോ പ്രത്യേകിച്ച് യുവജനങ്ങളെ ഓർത്തിട്ടാണ് കേട്ടോ. അപ്പം ഇത്തരം കാഴ്ചപ്പാടുകളിലേക്ക് നിങ്ങൾ പോകുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ഒരു നല്ല പാർട്ട്ണറെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഈ നല്ല പാർട്ട്ണറാണ് എന്ന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മുടെ ഉള്ളിൽ നിന്നുമുള്ള ഒരു പ്രചോദനമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നുമുള്ള ഒരു കാൽക്കുലേഷനാണ്. നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നതനുസരിച്ചിട്ടാണ് യാ ഹീസ് പെർഫെക്റ്റ്, ഹീസ് നോട്ട് ടോക്സിക്, ഹി ക്യാൻ അണ്ടർസ്റ്റാൻഡ് മീ എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അതിനാദ്യം ഒന്നാമത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെയാണ് ഏറ്റവും നന്നായി മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. നിങ്ങൾ എന്ന വ്യക്തി നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും ചേർന്നതാണ്. അപ്പം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരുപാട് കാൽക്കുലേഷൻസ് നടത്തിയിട്ട് മാത്രമാണ് ഒരാളെ കയറ്റിയിരുത്തുക എന്ന് പറയുന്ന, മനസ്സിൽ കയറ്റിയിരുത്താൻ വേണ്ടി നിങ്ങൾ തീരുമാനമെടുക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ഒരാൾക്ക് നിങ്ങളുടെ ശരീരത്തിനെ സമർപ്പിക്കാനൊക്കെ തീരുമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ശാരീരികമായ ഒരു റിലേഷൻഷിപ്പിലേക്ക്, ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ ഒരു ആളുമായിട്ട് പോകുമ്പോൾ ഹാവിങ് ഫൺ എന്ന് പറഞ്ഞു പോകാൻ സാധിക്കില്ല. അപ്പം അതായത് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഡേറ്റിംഗ് എന്നും അല്ലെങ്കിൽ ഈ ലിവിങ് ടുഗദർ എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റിനെ അതൊരു പൊടിമറ പോലെ ഇങ്ങനെ ഇടുകയാണ് ചിലപ്പോൾ പലപ്പോഴും ചെയ്യുന്നത്. ഇതൊക്കെ ഞങ്ങൾ എന്തിനാ വേണ്ടി ചെയ്യുന്നത്? ഒരു നല്ല പാർട്ട്ണറെ കിട്ടാൻ വേണ്ടി. ഒരു നല്ല പാർട്ട്ണറെ കിട്ടാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ഈ നല്ല പാർട്ട്ണറെ കിട്ടുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആദ്യം നിങ്ങളെ മനസ്സിലാക്കിയിരിക്കണം. എന്നാലല്ലേ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങളെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കണം, നിങ്ങളുടെ ശരീരത്തെ മനസ്സിലാക്കണം. നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു വ്യക്തിയെ കയറ്റിയിരുത്തുന്നതിന്, അതായത് ഇതാണ് എൻ്റെ പാർട്ട്ണർ എന്ന് ഞാൻ മനസ്സിൽ തീരുമാനിക്കുന്നതിനാണ് നിങ്ങൾ ഈ കൺസെപ്റ്റുകളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. ചാറ്റിംഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലിവിങ് ടുഗദർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പലതരം വെബ്സൈറ്റുകളിൽ കണ്ടുമുട്ടുന്നത്, അല്ലെങ്കിൽ പലയിടങ്ങളിൽ വെച്ച് നിങ്ങൾ സംസാരിക്കുന്നത്, ഇടപഴകുന്നതൊക്കെ അല്ലേ. സോ നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കണം. 25 ഏജ് വരെയും നമ്മുടെ മെൻ്റൽ ഡെവലപ്മെൻറ്റ്സുകൾ, ബ്രെയിൻ ഡെവലപ്മെൻറ്റ്സുകളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഒരു 25 ഏജ് ആകുമ്പോഴാണ് നമ്മുടെ സിസ്റ്റം മുഴുവനും, ഈ ബ്രെയിൻ എന്ന സിസ്റ്റം മുഴുവനും അപ്ഡേറ്റഡ് ആകുന്നത്. അപ്പം അപ്ഡേഷൻ ആകുന്നതിന് മുൻപേ നിങ്ങൾ ഒരു ഡിവൈസ് പ്രവർത്തിപ്പിച്ച് തുടങ്ങിയാൽ അതിൽ പാളിച്ചകൾ ഉണ്ടാകാം അല്ലേ. സോ ഒരു മെച്യൂർഡ് ഏജിലെ മാത്രമാണ് നിങ്ങൾക്ക് ഒരു പാർട്ട്ണർ തിരഞ്ഞെടുക്കാൻ വേണ്ട ഒരു ബേസിക് ആയിട്ട് നിങ്ങളുടെ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് വർക്കിംഗ് ആയി തുടങ്ങുന്നത്, നിങ്ങളുടെ ചിന്തകളുടെ സിസ്റ്റമൊക്കെ വർക്കിംഗ് ആയി തുടങ്ങുന്നത്. 16 വയസ്സിൽ നിങ്ങളൊരു പാർട്ട്ണറെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ ചിലപ്പോൾ അത് അത്ഭുതകരമായ ഒരു സോൾമേറ്റ് കണക്ഷനൊക്കെ ആയിരിക്കാം. എങ്കിലും
നിങ്ങളുടെ ഹോർമോൺ ചേഞ്ചസുകൾ സംഭവിക്കുന്നത് കൊണ്ട്, ചില ഹോർമോണുകൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് കൊണ്ട്, ആ ഉണ്ടാകുന്ന ഹോർമോണിൻ്റെ പ്രവർത്തന ഫലമായി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആളെ കാണുമ്പോൾ തോന്നുന്ന ഒരു അട്രാക്ഷൻ ആയിരിക്കാം ഒരു പക്ഷെ നിങ്ങൾക്കൊരു ഫസ്റ്റ് സൈറ്റ് ലവ് എന്നൊക്കെ പറയില്ലേ, ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയം തോന്നുന്നു, യുഗാന്തരങ്ങളായിട്ട് എനിക്ക് ആ വ്യക്തിയെ മനസ്സിലുണ്ട് എന്നൊക്കെ തോന്നുന്നത് നിങ്ങളുടെ സിസ്റ്റം മുഴുവൻ അപ്ഡേറ്റ് ആവുന്നതിന്, അതായത് നിങ്ങളൊരു മെച്യൂർഡ് പേഴ്സൺ ആവുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു തോന്നലാകാം. സോ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ എല്ലാ കൺസെപ്റ്റിനും ഞാൻ എതിർക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഒരു പാർട്ട്ണറെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ പാർട്ട്ണറെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ പാർട്ട്ണർ എനിക്ക് ചേർന്നതാണെന്ന് അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ 10 പേരോട് സംസാരിച്ചോളൂ, നിങ്ങൾ കുറച്ച് നേരം സമയം ചെലവഴിച്ചാലൊക്കെ നിങ്ങൾക്ക് അത് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ആദ്യം നിങ്ങളെ മനസ്സിലാകണം, നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാകണം, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയണം. അപ്പോൾ അതിൻ്റെ ആദ്യ ഘടകം എന്ന് പറയുന്നത് നിങ്ങൾ മെൻ്റലി മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. നിങ്ങൾക്കൊരു മെൻ്റൽ മെച്യൂരിറ്റി ഉണ്ട് എങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ എല്ലാവരും ഇതേ മേഖലയിൽ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലേക്ക് വരണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മാനസിക പക്വത ഒരാൾക്ക് എത്തുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത്. അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആകാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഘടകമാണ് വിദ്യാഭ്യാസം. സോ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സമുണ്ടാകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു ഓപ്പോസിറ്റ് വ്യക്തിയോട് അട്രാക്ഷൻ തോന്നുകയോ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുകയോ ചെയ്താൽ നിങ്ങൾ മെൻ്റലി സ്റ്റേബിൾ ആകാത്ത ഒരാളാണ്. കാരണം നിങ്ങൾക്ക് ഭാവിയെക്കുറിച്ച് ചിന്തയില്ല, നിങ്ങൾക്ക് മെച്യൂരിറ്റി ഇല്ല, നിങ്ങൾക്ക് അറിവില്ലായ്മകൾ അപ്പോഴും ഉണ്ട്. കാരണം നിങ്ങൾ ശരിക്കും ഒരു നല്ല പാർട്ട്ണർ അന്വേഷിക്കുന്നെങ്കിൽ, ഒരു ഇൻഫാക്ച്വേഷൻ അല്ല, ഒരു ശരിയായൊരു ബന്ധമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബേസ് ആദ്യം ശരിയാക്കാൻ ശ്രമിക്കും. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകാൻ വേണ്ടി ശ്രമിക്കും. ഞാൻ എന്നിൽ തന്നെ സഫിഷ്യൻ്റ് ആകാൻ വേണ്ടി ശ്രദ്ധിക്കും. അപ്പോൾ വിദ്യാഭ്യാസം കോൺസെൻട്രേഷനൊക്കെ കളഞ്ഞ് വിദ്യാഭ്യാസമൊക്കെ ഉപേക്ഷിച്ച് ഒരാളുടെ പുറകെ പോകുന്നു എന്നുള്ളത് ഒരു ഹെൽത്തി ആയ ഒരു മൈൻഡ് സെറ്റിൻ്റെ ലക്ഷണമല്ല. ഹെൽത്തി ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഇല്ലാത്ത ഒരാൾക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. ഇനി മറ്റൊന്നാണ്, നല്ല ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാതെ നിങ്ങളൊരു പാർട്ട്ണർ അന്വേഷിക്കുക. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾക്ക് ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ പ്രാപ്തിയില്ലാത്ത ഒരു മനസ്സാണ് നിങ്ങളുടെ എങ്കിൽ, ഒരു ജോലി പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത, അത്രയും അറിവില്ലാത്ത, ബലഹീനമായ അല്ലെങ്കിൽ ചിന്തിക്കാൻ ശേഷിയില്ലാത്ത ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങളുടെ എങ്കിൽ, അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പിന്നെ എനിക്ക് ഇതാണ് വേണ്ടത്, എനിക്ക് ഇത്രയും ക്വാളിറ്റീസ് ഉള്ള ഒരു പാർട്ട്ണറെയാണ് വേണ്ടതെന്ന് കൃത്യമായി നിങ്ങൾക്ക് എങ്ങനെ ഒരു പട്ടിക തരംതിരിച്ച് ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അളക്കാനും മനസ്സിലാക്കാനും സാധിക്കും? കാരണം ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു തൊഴിൽ കണ്ടെത്തണം, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് എനിക്കൊരു തൊഴിൽ വേണമെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു യുവതിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ, ഒരു ജോലി കണ്ടെത്താതെ നിങ്ങൾ ഇത്തരം ഇമോഷനുകൾക്ക് പുറകെ പോയാൽ അത് സ്റ്റെബിലിറ്റി ഇല്ലായ്മയാണ്. ഇമോഷൻസ് ആണ് നിങ്ങളെ ലീഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് മെൻ്റൽ മെച്യൂരിറ്റി ഇല്ല. സോ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് പാർട്ട്ണറെ കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫ് പെർഫെക്റ്റ് ആകാൻ വേണ്ടി ശ്രമിക്കണം. അതിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം പെടുന്നു, നിങ്ങളുടെ ജീവിതം പെടുന്നു, നിങ്ങളുടെ ജോലി പെടുന്നു, അതുപോലെ നിങ്ങളുടെ പേഴ്സണാലിറ്റി പെടുന്നു. എൻ്റെ പേഴ്സണാലിറ്റി ഒരു ഇതാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റേ ആളുടെ പേഴ്സണാലിറ്റി എനിക്കിതാണ് ആവശ്യമെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കൂ. നിങ്ങൾ അതിനു വേണ്ടിയാണല്ലോ ഡേറ്റ് ചെയ്യുന്നത്, അതിനു വേണ്ടിയാണല്ലോ ലിവിങ് ടുഗദറിലേക്കൊക്കെ പോകുന്നത്, നിങ്ങൾ സംസാരിക്കുന്നത്, ഇടപഴകുന്നത് എല്ലാം. അപ്പം നിങ്ങൾക്കൊരു പേഴ്സണാലിറ്റി, നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. എൻ്റെ പേഴ്സണാലിറ്റി ഇതാണ്, എനിക്ക് ഇത്തരത്തിൽ എൻ്റെ പേഴ്സണാലിറ്റിക്ക് ചേരുന്ന ഒരാളാണ് എനിക്ക് വേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ കഴിയണമെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണാലിറ്റി വേണം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ടൊരു പേഴ്സണാലിറ്റി ക്രിയേറ്റഡ് ആവാതെ നിങ്ങൾ മറ്റൊരു പാർട്ട്ണറെ പെട്ടെന്ന് തിരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന മാനദണ്ഡം അപ്പോഴും തെറ്റാണ്. നിങ്ങളൊരു പെർഫെക്റ്റ് പാർട്ട്ണർ അന്വേഷിക്കുകയാണ് എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് പേഴ്സണാലിറ്റി ഇല്ല. അപ്പോൾ ഇനി പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഒരു മിത്താണ്, അതൊരു റിയാലിറ്റി അല്ല. പെർഫെക്റ്റ് പാർട്ട്ണർ എന്ന് പറഞ്ഞതില്ല. മാക്സിമം പെർഫെക്റ്റ് ആയ ഒരാളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം എന്നേ പറയാൻ പറ്റൂ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മളിൽ ഇംപെർഫെക്ഷൻസ് ഉണ്ട്, നമ്മളിൽ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളിൽ തന്നെ ഇംപെർഫെക്ഷൻസ് ഉണ്ടാകുമ്പോൾ എനിക്ക് കുറവുകളുണ്ട് എനിക്ക് ചില കാര്യങ്ങൾ വീക്ക്നെസ് ഉണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് എൻ്റെ എന്ന് പറയുമ്പോൾ അപ്പുറത്തെ ആൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാളാകണം, അല്ലെങ്കിൽ ഇതിനെല്ലാം ഒത്തുപോകുന്ന ഒരാളാകണം എന്ന് പറയുന്നത് വളരെ റയറായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ നല്ല പാർട്ട്ണറെ കണ്ടെത്തണം, നിങ്ങൾക്ക് നല്ല പാർട്ട്ണർ ഉണ്ടാകണം, ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നിങ്ങളൊരു പെർഫെക്റ്റ് പാർട്ട്ണറെ കണ്ടെത്താൻ വേണ്ടിയാണ് ഓരോ വ്യക്തികളെയും മറികടന്ന് പോയി നിങ്ങളൊരു പെർഫെക്ഷനിസമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വളരെ റയറായിട്ട് മാത്രമേ അത് സംഭവിക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ സ്വഭാവ പ്രത്യേകതകളുള്ള ഒരാളെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചേക്കാം. പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിച്ചോളൂ. ഞാൻ അതിനെതിരെ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഈ കാര്യങ്ങളെയൊക്കെ ഒന്ന് വിലയിരുത്തുകയാണ് കേട്ടോ.
അപ്പോൾ നിങ്ങളൊരു പെർഫെക്റ്റ് പാർട്ട്ണർ വേണം. സോ നിങ്ങൾ വ്യത്യസ്തമായ മനുഷ്യരെ കാണും. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. ഞാൻ തീർച്ചയായിട്ടും വ്യത്യസ്തമായ ആളുകൾ കാണും, സംസാരിക്കും. അതിലേറ്റവും എനിക്ക് യോജിക്കുന്ന ഒരാളെ തിരഞ്ഞെടുക്കും. അതിലൊന്നും എനിക്ക് തെറ്റ് തോന്നുന്നില്ല. ഇത് നമ്മുടെ മനസ്സിൻ്റെ തലമാണ്. അതായത് മാനസികപരമായി സ്റ്റേബിൾ ആയിരിക്കുകയും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുകയും അടിസ്ഥാനപരമായ നിങ്ങളുടെ ചിന്താതലങ്ങൾ ഡെവലപ്മെൻ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു പാർട്ട്ണർ അന്വേഷിക്കുന്നതാണ് ഉചിതം. അല്ലാതെ 16 വയസ്സിൽ, 15 വയസ്സിൽ, 18 വയസ്സിൽ, 19 വയസ്സിൽ ഇങ്ങനെ ഒരു എൻ്റെ ലൈഫിൽ നിന്ന് കൂടിയാണ് പറയുന്നത്. നമ്മൾ പൂർണ്ണമായിട്ടും ഡെവലപ്പ് ആയിട്ടില്ല. ഒന്നാമത് നമ്മുടെ മനസ്സിന് ലോകവിവരം ആയിട്ടില്ല. നമുക്ക് കാര്യങ്ങളെ പൂർണ്ണമായിട്ട് അറിയില്ല. നമ്മൾ പുസ്തകം മുഴുവൻ വായിച്ചിട്ടില്ല. എന്നിട്ടാണ് നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നത്. പുസ്തകം മുഴുവൻ വായിച്ചു കഴിഞ്ഞാലേ നമുക്ക് എന്താണ് ആവശ്യമുള്ളത്, ഇതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് മനസ്സിലാകും. നമുക്ക് ഒരു കൃത്യമായ ധാരണകൾ ജീവിതത്തെക്കുറിച്ച് ആവാതെ നമ്മൾ എനിക്ക് എന്താണ് വേണ്ടത് തീരുമാനിക്കുകയാണ്. കാരണം എനിക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ എന്താണെന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് മറ്റൊരാളെ തീരുമാനിക്കുക? ഒരു 25 വയസ്സിലാണ് പൂർണ്ണമായ മെൻ്റൽ ഡെവലപ്മെൻറ്റുകളെല്ലാം ഓക്കെ ആകുന്നത് ബയോളജിക്കലി എന്നാണ് പറയുന്നത്. ഒരാളുടെ മെൻ്റൽ ഏജും ഒരാളുടെ ശരിക്കുമുള്ള ഏജും ഡിഫറെൻ്റ് ആകാം. സോ ഒരു 25 വയസ്സുള്ള ഒരാളാണ് നിങ്ങളെങ്കിലും ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു 16 വയസ്സിൻ്റെ മെച്യൂരിറ്റി ഉണ്ടാകണമെന്നേ ഉള്ളൂ. അപ്പോൾ മെൻ്റൽ ഏജ് എന്ന് പറയുന്ന ഒരു ഫാക്ട് കൂടി ഇതിനകത്തുണ്ട്. ഇനി ഒരു പക്ഷേ നിങ്ങൾ 20 വയസ്സുള്ള ഒരു പയ്യനാണ്, ഒരു പെൺകുട്ടിയാണെങ്കിലും നിങ്ങൾക്ക് ഒരു പക്ഷേ 28 വയസ്സുള്ള 30 വയസ്സുള്ള ഒരാളുടെ മെച്യൂരിറ്റി വരാം. അത് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മെൻ്റൽ മെച്യൂരിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയൂ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് നിങ്ങൾക്കറിയൂ. അപ്പം ഇതൊന്നും അറിയാതെ നിങ്ങൾ പലരുമായിട്ട് ഇടപഴകാൻ പോയാൽ നിങ്ങളുടെ ചിന്തകളുടെ തലത്തിൽ വളരെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയും കോംപ്ലക്സുകൾ രൂപപ്പെടുകയും പിന്നീട് നിങ്ങൾക്ക് ഏത് റിലേഷൻഷിപ്പിലേക്ക് പോയാലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. ഇതിനേക്കാളും നല്ലതായിരുന്നല്ലോ അത്, അല്ലെങ്കിൽ ഇവിടെ എനിക്ക് തെറ്റ് പറ്റിയും മറ്റു തന്നെയായിരുന്നു നല്ലത്, എക്സ് ആയിരുന്നു നല്ലത്, ഇപ്പോൾ ഉള്ളത് അത്ര പോരാ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. സോ ഫൈൻഡ് ഔട്ട് ഹൂ യു ആർ. നിങ്ങൾ എന്താണെന്ന് കണ്ടെത്തുക, നിങ്ങൾക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടാവുക, എന്നിട്ട് നിങ്ങൾ തിരയാൻ ആരംഭിക്കുക. ഒന്ന്, ഇപ്പം നിങ്ങളുടെ മനസ്സിൻ്റെ തലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾ പറയുന്നതനുസരിച്ച്, അതായത് പുതിയ തലമുറ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതനുസരിച്ച് അവർ ഈ വിവാഹ സംവിധാനങ്ങൾക്കെതിരാണ്, സാമൂഹിക സംവിധാനങ്ങൾക്കെതിരാണ് അവർ പറയുന്നത് ഞാൻ കണ്ടുപിടിക്കും എൻ്റെ പാർട്ട്ണർ എന്നാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഒരാളെ പാർട്ട്ണറായി കാണാൻ പോലും ഇത്രയധികം എഫേർട്ട് എടുക്കുന്നു. നിങ്ങൾ മാറി മാറി ആളുകളെ കാണുന്നു, സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്നു. ഇതെല്ലാം നിങ്ങൾ പറയുന്ന എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ജീവിച്ചു നോക്കുന്നു, താമസിച്ചു നോക്കുന്നു, യാത്ര ചെയ്ത് നോക്കുന്നു, സംസാരിച്ച് നോക്കുന്നു. ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ ഒരാളെ കണ്ടെത്തുന്നു. എന്തിനാ? മനസ്സിൽ കയറ്റി വയ്ക്കാൻ. അങ്ങനെയെങ്കിൽ മനസ്സിനേക്കാൾ അല്ലെങ്കിൽ മനസ്സിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സംഗതിയാണ് നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കുന്നില്ലേ? നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ലേ? ഇല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ചോദ്യങ്ങളായിരിക്കും. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടോ? നിങ്ങൾ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് അതിന് പലതരം വസ്ത്രങ്ങൾ ധരിക്കുന്നത്, നിങ്ങൾ ഒരുങ്ങുന്നത് ഒക്കെ അല്ലേ? കാരണം ഞാൻ എൻ്റെ ശരീരത്തെ റെസ്പെക്ട് ചെയ്യുന്നു. ഞാൻ എന്നാൽ എൻ്റെ ശരീരം കൂടെ ചേർന്നതാണ്. എന്നെ ഒരാൾ കാണുമ്പോൾ നാൻസി എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം കൂടെ ചേർന്നതാണ്. അപ്പം ഞാൻ എൻ്റെ ശരീരത്തെ റെസ്പെക്ട് ചെയ്യുന്നു, ഞാൻ എൻ്റെ ശരീരത്തെ മാനിക്കുന്നു, ഞാൻ എൻ്റെ ശരീരത്തിന് ഇണങ്ങിയ വസ്ത്രം ധരിക്കുന്നു, ഞാൻ എന്നെ തന്നെ ഒരുക്കി നടത്തുന്നു, ഞാൻ മുടി സ്ട്രൈറ്റൻ ചെയ്യുന്നു, ലിപ്സ്റ്റിക് ഇടുന്നു അല്ലെങ്കിൽ വസ്ത്രം ധരിക്കുന്നു. ഇതെല്ലാം ഞാൻ എൻ്റെ ശരീരത്തിനെ കൂടെ മാനിക്കുന്നത് കൊണ്ടാണ്, റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത്രയും നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്ന നിങ്ങളെന്ന വ്യക്തിയുടെ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡും ശരീരവും ഒക്കെ ചേർന്നതാണ്. അപ്പം ഇത്രയും വാല്യുബിൾ ആയ നിങ്ങളുടെ ബോഡി നിങ്ങൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ഇതാണ് എൻ്റെ മനുഷ്യൻ, ഇതാണ് എൻ്റെ ദിസ് ഈസ് മൈ മാൻ എന്ന് ഉറപ്പിക്കാതെ, എന്ന ഉറപ്പിലെത്താതെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും വിലപിടിപ്പുള്ള നമ്മുടെ ശരീരത്തിന് ഒരാൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്? ശാരീരികമായ ബന്ധങ്ങളുടെ പേരിൽ തെറ്റ് ചെയ്യുന്ന ഒരുപാട് യുവജനങ്ങളുണ്ട്, യുവാക്കളുണ്ട്. അപ്പം ഇവളാണ് എൻ്റെ, അതായത് നിങ്ങൾക്ക് മെൻ്റൽ മെച്യൂരിറ്റി എത്തുക, ഞാൻ പറഞ്ഞതുപോലെ മനസ്സിൻ്റെ തലങ്ങളിലെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തോന്നണം യെസ് ഷീസ് മൈ ഗേൾ, ഇവളാണ് എൻ്റെ ലൈഫ് പാർട്ട്ണർ ആകേണ്ടത്, അല്ലെങ്കിൽ ഈ ആൺകുട്ടിയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, ഇനിയുള്ള എൻ്റെ ലൈഫ് ഞാൻ ഇവൻ്റെ കൂടെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുന്നു, മനസ്സിലൊരു പാർട്ട്ണറായിട്ട് നിങ്ങളെ കരുതുന്നു. അപ്പോൾ ഇത്രയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ആ പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്ന നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നു എന്നുള്ളത് ഒരു ആരോഗ്യകരമായ റിലേഷൻഷിപ്പിൻ്റെ ലക്ഷണമാണ്. പക്ഷേ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളെ മനസ്സിലായിട്ടില്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് അയാളെ മനസ്സിലായിട്ടില്ല. ഒരു പെട്ടെന്നുള്ള ഒരു തോന്നലിൽ, എന്തോ ഒരു ഇമോഷൻ്റെ ഒരു ആധിക്യത്തിൽ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു അട്രാക്ഷൻ ഉള്ളത് കൊണ്ട് മൈൻഡിലൊരു ഡിസിഷൻ, ഇത് തന്നെയാണ് എൻ്റെ മാൻ എന്ന് എനിക്ക് ഉറപ്പില്ല, ഇത് തന്നെയാണ് എൻ്റെ ഗേൾ എന്ന് എനിക്ക് ഉറപ്പായിട്ടില്ല, എനിക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അഥവാ ഞാൻ ഇവിടെ
ഇയാളെ ഞാൻ സ്നേഹിക്കാൻ തീരുമാനിക്കുമ്പോൾ എനിക്ക് അയാൾ എൻ്റെ ജീവിതത്തിൽ വേണമെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ കൂടെ ഞാൻ ചെയ്യും ഇല്ലേ. ഞാൻ ഈ പുരുഷനാണ് എൻ്റെ പുരുഷൻ എന്ന് അറിഞ്ഞാൽ ആ പുരുഷനെ വിവാഹം കഴിക്കാൻ എനിക്ക് സാധിക്കുമെന്നോ അതിനെക്കുറിച്ച് ചിന്തിക്കും. ആ പുരുഷൻ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കും. അല്ലെങ്കിൽ ആ പുരുഷനുമായിട്ടായിരിക്കും ഇനി എൻ്റെ അതൊരു ഉറപ്പിക്കലാണ് ഞാൻ എൻ്റെ ബാക്കി ജീവിതം ജീവിക്കാൻ പോകുന്നത് എന്നൊക്കെ ഉറപ്പിച്ചതിന് ശേഷം ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ ഉറപ്പായതിനു ശേഷമാണ് നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് ശരിക്കും പോകേണ്ടത് അല്ലേ. അത് ഞാൻ സമൂഹം പറയുന്നത് കൊണ്ടോ സൊസൈറ്റിയുടെ അതൊന്നും ഞാനല്ല, ഇതിനൊന്നും പറഞ്ഞുകൊണ്ടല്ല. മറിച്ച് എനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ള എന്നെ തന്നെ ഞാൻ ഒരാൾക്ക് കൊടുക്കാൻ പോവാണ്. ഞാൻ ഫിസിക്കലി എന്നെ തന്നെ, ഞാൻ ഇത്രയും നാള് എൻ്റെ മാതാപിതാക്കളുടെ കൂടെ ആയിരുന്നു, അവരെനിക്ക് ഭക്ഷണം വാങ്ങി തന്നു, എൻ്റെ ശാരീരിക വളർച്ചയിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എനിക്ക് മെൻസ്ട്രേഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയാണ് എൻ്റെ ശരീരം, ഇത്രയും വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ശരീരം ഞാൻ ഒരാൾക്ക് കൊടുക്കാൻ നേരത്ത് ആ വ്യക്തി എനിക്കുള്ളതാണ് എന്ന് ഉറപ്പിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തി എൻ്റെ ആണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല എങ്കിൽ, ആ ഒരു ഉറപ്പില്ലാതെയാണ് ഞാനത് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു തെറ്റല്ലേ ചെയ്യുന്നത്. ദിസ് ഈസ് മൈ മാൻ ആൻഡ് ഐ ലവ് ഹിം ആൻഡ് ഐ വാണ്ട് ടു ലീവ് ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ് വിത്ത് ഹിം എന്നൊരു കൺഫർമേഷൻ ഇല്ലാതെ ഒരു റിലേഷൻഷിപ്പിൽ, ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോകുന്നത്, നിങ്ങൾ മറ്റുള്ളവരോട് ചെയ്യുന്നതോ സൊസൈറ്റിയോട് ചെയ്യുന്നതോ നിങ്ങളുടെ മാതാപിതാക്കളോട് ചെയ്യുന്നതിനേക്കാളൊക്കെ ഉപരി നിങ്ങളോട് തന്നെ ചെയ്യുന്ന തെറ്റാണ്. നിങ്ങൾക്ക് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സംഗതി നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത, നിങ്ങൾക്ക് ധാരണകളില്ലാത്ത വേറൊരാൾക്ക് കൊടുക്കാൻ നിങ്ങൾ പോവുകയാണ്. സോ നിങ്ങളുടെ മനസ്സ് കൊടുക്കുമ്പോഴും സൂക്ഷിക്കുക, നിങ്ങളുടെ ശരീരം കൊടുക്കുമ്പോഴും സൂക്ഷിക്കുക. നിങ്ങൾ പുതിയ ജനറേഷൻ യുവാക്കൾ ലിഖിതമായ എല്ലാ നിയമങ്ങളെയും എതിർക്കുന്നു, മതത്തെ എതിർക്കുന്നു, സാമൂഹിക സംവിധാനങ്ങളെ എതിർക്കുന്നു, വിവാഹം എന്ന കൺസെപ്റ്റിനെ എതിർക്കുന്നു, അമ്മയാകുക എന്ന് പറയുന്ന കൺസെപ്റ്റിനെ എതിർക്കുന്നു. ഓക്കെ, ഞാൻ ഒന്നിനെയും നിങ്ങളെ കുറ്റം പറയുന്നില്ല. കാരണം നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന് നിങ്ങൾക്ക് നിങ്ങളുടേതായ കാരണങ്ങളുണ്ടാവും. പക്ഷെ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. നിങ്ങളൊരു റൈറ്റ് പാർട്ട്ണറെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഡേറ്റിംഗ് പോലുള്ള, ലിവിങ് ടുഗദർ പോലുള്ള അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ ധാരണകളോടുകൂടി ഒരു പെർഫെക്റ്റ് പാർട്ട്ണറെ കണ്ടെത്താനുള്ള മെൻ്റൽ മെച്യൂരിറ്റിയിലേക്ക് നിങ്ങൾ എത്തേണ്ടതുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾ എത്താതെ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ അറിയുന്നില്ല, കൺഫർമേഷൻസ് ഇല്ല, നിങ്ങൾക്ക് തന്നെ ഒരു ധാരണയില്ല, നിങ്ങൾക്ക് തന്നെ ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല, അതിനു മുൻപ് നിങ്ങൾ ശാരീരികമായ ഒരു ബന്ധത്തിലേക്ക് പോകുന്നത് ഒരു വെറും ഇമോഷനാണ്. ആ അതൊരു സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് എന്നൊക്കെ പറയും അല്ലേ. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സംഗതി നിങ്ങൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഇതാണ് എൻ്റെ എന്ന് തോന്നുന്ന ഒരാൾക്കല്ലേ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇന്ന് ഒരാൾക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇയാളായിരുന്നില്ല, അല്ലെങ്കിൽ വേറൊരാളായിരുന്നു എനിക്ക് റൈറ്റ് പാർട്ട്ണർ എന്ന് തോന്നുന്നു, നിങ്ങൾ അപ്പുറത്തേക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞ ഒരാളെ ഞാൻ വേറെ രീതിയിലായിരിക്കും അവരോട് സംസാരിക്കുക. പക്ഷെ അതൊന്നും സംഭവിക്കാത്ത ഒരാളോടാണ് ഞാൻ പറയുന്നത്. ശരീരം എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തിൻ്റെ ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് എല്ലാ തരത്തിലും ഉറപ്പായി കഴിഞ്ഞതിന് ശേഷം ഇയാളെൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാകും, ഇയാൾ എൻ്റെ ആണ്, ഇയാൾക്ക് വേണ്ടി ഞാൻ ജീവിക്കാൻ പോകണം, അല്ലെങ്കിൽ ഇയാൾ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് ഉറപ്പായതിനു ശേഷം ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനമായി നിങ്ങൾ കൊടുക്കേണ്ടതാണ് നിങ്ങളെ തന്നെ. ആ നിങ്ങളിൽ നിങ്ങളുടെ മനസ്സുമുണ്ട്, നിങ്ങളുടെ ശരീരവുമുണ്ട്. നിങ്ങൾ മനസ്സൊരാൾക്ക് കൊടുക്കും, ശരീരം ഒരാൾക്ക് കൊടുക്കുകയല്ലോ. അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരവും മനസ്സും എന്ന് പറഞ്ഞാൽ നിങ്ങളെ തന്നെയാണ്, നിങ്ങളെന്ന പേഴ്സണാലിറ്റിയാണ്, നിങ്ങളെന്ന പേഴ്സണാണ്. സോ എന്നെ തന്നെ ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ ഇതെൻ്റെ ആണ് ആള്, അല്ലെങ്കിൽ ഞാൻ ഈ റിലേഷൻഷിപ്പിൽ ഓക്കെ ആണ്, ഇത് കറക്റ്റാണ്, ഇത് എനിക്ക് വേണ്ടതാണ്, ഇതാണ് പെർഫെക്റ്റ് ആണ്, ഇതാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്, എനിക്ക് ഉറപ്പുണ്ട്. കൺഫർമേഷൻ ഇല്ലാതെ ശാരീരിക ബന്ധങ്ങളിലേക്ക് പോയാൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. കാരണം നിങ്ങൾ നിങ്ങളെ തന്നെയാണ് വഞ്ചിക്കുന്നത്. മറ്റുള്ളവരുടെ കാര്യം വിട്ടേക്കും, നിങ്ങൾ നിങ്ങളെ തന്നെയാണ്. ഞാൻ പാപത്തെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ ഒന്നുമല്ല പറയുന്നത്. സ്വന്തം ശരീരത്തെ മാനിക്കാൻ കഴിയാത്ത നിങ്ങളെ എങ്ങനെയാണ് മറ്റൊരാളെ മാനിക്കുക? നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് പോയാൽ അയാളെ നിങ്ങൾക്ക് റെസ്പെക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. സോ നിങ്ങളെ തന്നെ കണ്ടെത്തുക, നിങ്ങളുടെ ഐഡൻറ്റിറ്റി കണ്ടെത്തുക, നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കുക, നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കുക. അതിനൊക്കെ ഒരു അച്ചടക്കത്തോടെ കൊണ്ടുപോവുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്കറിയാമെന്നാണ് ന്യൂ ജനറേഷൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. തെറ്റിപ്പോയി എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റും. നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് പറയാൻ പറ്റരുത്. ഞാൻ എന്നെ തന്നെ വിലയില്ലാത്ത ഒരു റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയാൻ നിങ്ങൾക്ക് അങ്ങ് നഷ്ടബോധം നിങ്ങൾക്ക് ഉണ്ടാവരുത്. അപ്പോൾ കുറച്ച് ചിന്തകളാണ് കേട്ടോ. എൻ്റെ സഹോദരന്മാർക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.